ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോണത് നെല്ലിയാമ്പതിയാണ്. ഇന്നലെ നമ്മൾ ചിമ്മിനിയും മരോട്ടിച്ചാൽ അതേപോലെ മംഗലം ഡാം, കടപ്പാറ വാട്ടർഫോൾസൊക്കെ കണ്ടിട്ട് നേരെ നെന്മാറ വന്ന് നെന്മാറ PWD ആണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. സോ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഇന്ന് കാലത്തെ നെല്ലിയാമ്പതി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മണി 9 നെല്ലിയാമ്പതി പോയിട്ട് ഒരു 6 മണിൻ്റെ ഉള്ളിൽ തിരിച്ചിറങ്ങണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ട് വേണം മേളിൽ പോകാനായിട്ട്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഡീറ്റെയിൽ കൊടുക്കുക. ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നെല്ലിയാമ്പതി എത്തും. അപ്പോൾ നമുക്ക് ഈ സ്ലിപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എൻട്രി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ 5 മണിക്കുള്ളിൽ തിരിച്ച് വരണം. തിരിച്ച് വരുമ്പോൾ ഈ സാധനം ഇവിടെ കാണിക്കണം. സോ നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് നേരെ പോത്തുണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഡാമിൻ്റെ മുകളിലും അതേപോലെ താഴെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ അവിടെ ഫാമിലീസിനൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. സോ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഞങ്ങളിനി നേരെ തിരിച്ചല്ല നേരെ മുകളിലോട്ട് പോവുകയാണ്. സോ നമ്മളങ്ങനെ ചുരം കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന വാട്ടർഫോളാണ് കിട്ടുന്നത്. കുണ്ടറച്ചോല വാട്ടർഫോള്. സോ നമ്മളങ്ങനെ ചുരം കയറി വരുമ്പോൾ ആദ്യത്തെ അടിപൊളി വാട്ടർഫോളാണ്. പക്ഷേ വെള്ളം അധികം ഇല്ല കേട്ടോ. ക്ലൈമറ്റ് പ്രതീക്ഷിച്ചാണ് എപ്പോഴും നെല്ലിയാമ്പതി വരാറ്. ഞങ്ങൾ ലാസ്റ്റ് ഒരു 2-3 വട്ടം വന്നപ്പോഴൊക്കെ ഷോക്കായിരുന്നു. ഇന്ന് മഴ കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് വെയിലാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതവസ്ഥ. പക്ഷെ വാട്ടർഫോൾ കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുത്തിയൊലിച്ച് വരുമ്പോഴൊക്കെ അടിപൊളിയാണ്. ഇവിടെ താഴെ ഇറങ്ങി അവിടെ പോയി കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ടുള്ള വാട്ടർഫോളാണ്. മോനെ ഏതാ വ്യൂ നോക്കിയേ. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇടയ്ക്ക് മേഘങ്ങളൊക്കെ മറച്ചുകൊണ്ട് കുറച്ച് തണലും കിട്ടുന്നുണ്ട്. വ്യൂ ഒരു രക്ഷയില്ല, അന്യായ വ്യൂ. നമുക്ക് ആ ഭാഗത്ത് കാണുന്നതൊക്കെയാണ് കേശവമ്പാറ വരുന്നത് വ്യൂ പോയിൻ്റ്. സോ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടാവും. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. സോ അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യത്തെ ഒരു ജംഗ്ഷനാണ് കേട്ടോ ഇത്. റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് കേശവമ്പാറ, കാരപ്പാറ, ഹാങ്ങിങ് ബ്രിഡ്ജ് കാര്യങ്ങളും. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട് എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ, അതേപോലെ സൂസൈഡ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ നമ്മൾ ഇന്ന് റൈറ്റ് പോയിട്ട് തൂക്കുപാലം, കേശവമ്പാറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് വ്യൂ പോയിൻ്റ് കാണാൻ പോകുന്നുള്ളൂ. സോ നമ്മളങ്ങനെ കേശവമ്പാറിൻ്റെ റോഡിന് വന്ന് കേശവമ്പാറൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജാതി വ്യൂ ആണ് കേട്ടോ. കിടിലം വ്യൂ ആണ്, ഒരു രക്ഷയില്ല. മുകളിലൊക്കെ കോട മൂടി തുടങ്ങി. ഇപ്പോൾ കേശവമ്പാറിൻ്റെ ആ ഭാഗമൊക്കെ ഏകദേശം കോട മൂടിയിട്ടുണ്ട്. നമ്മളെന്തായാലും കാരപ്പാറ പോയിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചിട്ടാണ്. തിരിച്ചു വന്നാലും ഇതേപോലെ കോട കിട്ടിയാൽ മതിയായിരുന്നു. ഭാഗ്യമുണ്ടേ കാണാം. സോ നമ്മളങ്ങനെ ലാസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടോ. നമുക്കിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തു നിന്ന് ഒരു ലെഫ്റ്റിലോട്ട് ഒരു റോഡ് ഇറങ്ങിപ്പോയിട്ടാണ് അങ്ങോട്ട് പോകാനുള്ളത്. ഈ കാണുന്ന വഴിയാണ്. സോ ഇതാണ് കേട്ടോ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല ശരിക്കും. അപ്പുറത്ത് ആദിവാസി കോളനി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വേണ്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. സോ വേണമെന്നുണ്ടെങ്കിൽ താഴെ പോയി കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. വരുന്ന വഴിയിൽ കണ്ട കേട്ടോ ഒരു തേനീച്ചക്കൂട്. ഈ ഒരു സാധനം എന്താണെന്നറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് സ്ഥലത്തായി കാണുന്നു ഒരു കിളിക്കൂട് പോലെ ഒരു സംഭവം.
എന്താ സംഭവം കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കണ്ട് തിരിച്ചു വന്നത് കേശവമ്പാറ കയറാൻ പോകും കേട്ടോ. ഈ കാണുന്നതാണ് AVTൻ്റെ ഫാക്ടറി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ചായപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് കേശവമ്പാറ പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. മുന്നേ വരുമ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് വരുന്നത് 15 രൂപയാണ് ഇന്ത്യൻ അഡൽട്ടിന് വരുന്ന റേറ്റ്. സോ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു വഴി കൂടെ അങ്ങനെ ഒരു നിയർലി ഒരു 400 മീറ്റർ 500 മീറ്ററൊക്കെ കാണുള്ളൂ കേട്ടോ. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ തന്നെ വ്യൂ പോയിൻ്റ് എത്തും. സോ ഈ വഴിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. നമ്മൾ പണ്ട് ഈ റൂട്ട് മരങ്ങളുടെ ഇടയിൽ കൂടെ പോയൊരു ഓർമ്മയുണ്ട്. സോ അതിനൊന്ന് പോയി നോക്കുകയാണ്. എങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല. ഷോർട്ട് കട്ടാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുകയാണോന്ന് അറിയില്ല. പോയി നോക്കാം. ഇതിനൊക്കെ ആൾക്കാർ പോകാറുണ്ട് തോന്നുന്നു കേട്ടോ. ഫുള്ള് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷെ ഇതിനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കേശവമ്പാറൻ്റെ ഇപ്പുറത്തൊരു ചെറിയ പാറൊക്കെ ഉണ്ട്. അതിൽ കൂടെ പൊത്തിപ്പിടിച്ചിട്ടൊക്കെ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഈ സാധനം പൂന്തുണ്ടോ? ഇത് പൂന്തണതാണ് കണ്ടോ, ചപ്പാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. ഗൈസ് ഇത് വേറെ പാറയാണ്, കേശവമ്പാറയല്ല. വാവ്, പൊളി സാധനം. കേശവമ്പാറ അപ്പുറത്താ. ഇന്നിങ്ങനെ പോയിട്ട് നമ്മൾ ഇതിനെ റൈറ്റ് കട്ട് ചെയ്യും. ഇതിനെ തിരിച്ച് കുറച്ച് ദൂരം പോയിട്ട് റൈറ്റൊക്കെ ഇറങ്ങും. ഇങ്ങോട്ട് ഇതൊക്കെ കാണാൻ ഇതിനെ വഴിയുണ്ടെങ്കിൽ ഇതിനെ പോകാൻ. ഞങ്ങൾ ഇതിനെ പോയിട്ടുണ്ട്. ഇതിനെ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഇതാ അതാ അതാ അതെ വഴിയുണ്ട്. ആ ഭാഗത്തു നിന്ന് കേട്ടോ സൗണ്ട് കേൾക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ വന്നിട്ട് അപ്പുറത്ത് വേറൊരു പാറ കാണുന്നുണ്ട്. പോയി നോക്കിയാലോ. ഇതാ അവിടെ ആൾക്കാരുടെ സൗണ്ട്. ഇപ്പം ഇതിനൊക്കെ അത്യാവശ്യം ആൾക്കാർ വരുന്ന റൂട്ട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നടന്നിട്ടുള്ള ഒരു ഇതൊക്കെ കണ്ട കാരണമാണ് വന്നത്. നൈസായിട്ട് അതിനെ വന്നിട്ട് ഇങ്ങോട്ട് ചാടിയാൽ മതി. അയ്യോ സെറ്റ്. ഇനി ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ കേശവമ്പാറയായി. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നൈസ്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ കുളം പോലെ കെട്ടിയിട്ടുണ്ട്. പാറക്കുഴിയാണ്. ആ കാണുന്നതാണ് കേട്ടോ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ. അതേപോലെ ആ കാണുന്ന താഴോട്ട് പോയി കഴിഞ്ഞാൽ താഴെ കുറച്ച് ദൂരം അങ്ങോട്ട് റൈറ്റ് ഇറങ്ങിപ്പോയി ഒരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മുന്നേ ക്ലോസ് അല്ലായിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് വരുമ്പോൾ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ ക്ലോസ് അല്ലായിരുന്നു. പിന്നെ നമ്മുടെ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ ആൾക്കാർ ആരൊക്കെ വീണ് മരിക്കും, ചിലവരെ രക്ഷപ്പെടുത്തി. അങ്ങനെ അതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ അടച്ചിടലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. വെയിലത്തിരുന്ന് കാറ്റുള്ള ഫുൾ ചോര കുടിച്ചിട്ടുള്ള ഇരിപ്പാണ്. ഇത്ര നേരമായിട്ട് അതിനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ആ കാട്ടുകൂടെ വന്നതിൻ്റെ ഒരു ഇതിൽ കയറിയതാവുമെന്ന് വിചാരിക്കണം. നമ്മളങ്ങനെ അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തപ്പോഴേക്ക് ചെറുതായിട്ട് മഴക്കാരൊക്കെ വന്ന് മൂടി മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. ജസ്റ്റ് ചെറിയ പെയ്യലേ ഉള്ളൂ. ഇനി എന്തായാലും ഫുഡൊക്കെ കഴിച്ച് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് പോകണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം.
സോ നമ്മളങ്ങനെ നെല്ലിയാമ്പതി ടൗണിലെത്തിയിട്ടോ. ഇവിടെ ജീപ്പ് സഫാരിക്ക് പോകേണ്ടവർക്ക് ജീപ്പ് സഫാരി പോകാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് ഗ്രേസ് ഹോട്ടൽ. സോ ജീപ്പ് സഫാരീൻ്റെ റേറ്റ് വരുന്നത് 1600 രൂപ. 7 പേര് വരെയൊക്കെ കൊണ്ടുപോകും കേട്ടോ. നിങ്ങൾ 2-3 പേരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഷെയർ ടൈപ്പിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറാൻ പറ്റും. സോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കാണുന്നത് അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്. ഈ റോഡാണ് ഇപ്പോൾ നമുക്ക് ഓഫ് റോഡ് ജീപ്പും കാര്യങ്ങളൊക്കെ പോവുക. ആ കാണുന്ന വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ആ ഒരു ഭാഗത്തോട്ടാണ് ഓഫ് റോഡ് ജീപ്പ് പോകുന്നുണ്ടാവുക. സോ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മളവിടെ എൻട്രി ഒക്കെ എഴുതി ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് വണ്ടി നമ്പറും ഡീറ്റെയിലും എഴുതി കൊടുത്താൽ മതി. ഇനി മേളിൽ പോകാം. സോ നമ്മുടെ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി വ്യൂ പോയിൻ്റ് കാണാൻ പോകണം. അതിന് മുന്നേ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടുണ്ട്. മുകളിലോട്ട് നോക്കിയാൽ മേൽഭാഗമൊക്കെ ഫുള്ള് കോട മൂട്ടിയിട്ട് നിൽക്കുക കേട്ടോ. ഇങ്ങോട്ട് താഴോട്ട് വരുന്നില്ല. അത്യാവശ്യം നല്ല വെയിലായിരുന്നു ഇന്നത്തെ ക്ലൈമറ്റ് മൊത്തം. എന്നാലും ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറി. സോ നമ്മളങ്ങനെ വ്യൂ പോയിൻറ്റിലെത്തി. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്, വ്യൂ പോയിൻ്റ് സ്റ്റാർട്ടിങ് വരുന്നത്. ചമ്മിയാ ഒന്നും കൂടി കാണിച്ചേ. മറ്റേ മരമൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ഫേമസ് ആയിട്ടുള്ളൊരു മരമൊക്കെ അല്ലേ, അത് അപ്പുറത്തെ സൈഡാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ദൂരെ കാണുന്നത് കണ്ടോ, മഴ പെയ്യണതാണ് കേട്ടോ. നല്ല താഴെ മഞ്ഞ് മൂടിയ മാതിരി. സോ ഈ ഭാഗമൊക്കെ ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. നമുക്ക് മുന്നൊക്കെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നെല്ലിയാമ്പതി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടവരൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത വീഡിയോ കാണാം.